ബ്രേക്കിൻ്റെ ഡിസ്റ്റൻസ് കൂടുകയാണ്. ഇൻഷുറൻസ് കമ്പനിക്കാർ നിങ്ങൾക്ക് പണി തരും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ ലൈഫ് കഴിഞ്ഞതാണെങ്കിൽ. 90% അവിടെയുള്ള 90%, 10% മാത്രം നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നുള്ളൂ. ഒരു കാരണവശാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ മാറണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. 5 വർഷം വരെ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിന് ലൈഫ് ഉള്ളൂ. അല്ല, ഞാൻ 8 വർഷം വരെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും 8 വർഷം വരെയൊക്കെ പോകാൻ സാധിക്കും. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, വാഹനത്തിൻ്റെ ടയർ ലൈഫ് എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. എന്നാൽ അടുത്തൊരു സംശയം വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത്, എൻ്റെ വാഹനം 1500 വേണ്ട, എൻ്റെ വാഹനം ഒരു 10,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ, പക്ഷേ 5 വർഷമായി. ടയറിനാണെങ്കിലോ നല്ല കട്ടയുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ടയറിൻ്റെ ഗ്രിപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇത്രയും നല്ല ഗ്രിപ്പുണ്ട്. ഈ വാഹനം അത്രയും പഴക്കമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്രയും ഗ്രിപ്പുണ്ട്. ഞാൻ എന്തിനാണ് മാറുന്നത്? കാരണം വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത്രയും ഗ്രിപ്പുള്ള ടയർ മാറണോ? 100% നിങ്ങൾ മാറിയിരിക്കണം. മാറിയില്ലെങ്കിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ സംഭവിക്കാം എന്നുള്ളൊരു ചോദ്യം വരും. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ വാഹനത്തിൻ്റെ സസ്പെൻഷനും ടയറുമായിട്ട് എന്നാ ബന്ധമിരിക്കുന്നത്? കാരണം സസ്പെൻഷൻ റോഡിൽ ഷോക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കുഴിയൊക്കെ ചാടുമ്പോഴത്തേക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സസ്പെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അല്ലെങ്കിൽ അത് മാത്രമല്ല, നിങ്ങളുടെ വാഹനത്തിൻ്റെ റൈഡ് കംഫോർട്ട്, ഷോക്ക് എടുക്കുന്നത്, കാര്യങ്ങളൊക്കെ ടയറും ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വാഹനം ഒരു 5 വർഷം കഴിഞ്ഞതാണെങ്കിൽ അന്നേരം നിങ്ങളുടെ വാഹനത്തിന് വരുന്നൊരു ബൗൺസിങ്ങും നിങ്ങൾ പുതിയൊരു ടയർ ഇട്ടതിന് ശേഷം കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ്സും വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്, എൻ്റെ വാഹനം 5ാമത്തെ വർഷമായ സമയത്ത് ഞാൻ 5 വർഷം കഴിഞ്ഞാണ് ഞാൻ ആ ടയറെല്ലാം റീപ്ലേസ് ചെയ്തു. ത്രെഡ് ഉണ്ടായിരുന്നു, വെയർ ലിമിറ്റ് എത്തിയതേ ഉള്ളുമായിരുന്നു. പക്ഷേ ഞാനത് മാറി. എൻ്റെ വാഹനം ഏകദേശം ഒരു 52,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഓടാനുള്ള ത്രെഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാറി വിട്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ടയേഴ്സിന് ക്രാക്ക് വന്നു തുടങ്ങി. ക്രാക്ക് നിങ്ങൾ നോക്കുക. അതായത് ഇപ്പം ഈ ഒരു ടയർ ഇങ്ങനെ ചുമ്മാ നോക്കിയാൽ ക്രാക്കൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 4 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5ാമത്തെ വർഷമൊക്കെ തുടങ്ങുന്ന ഒരു വാഹനം നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ചെറിയ ചെറിയ ക്രാക്ക് നിങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ ടയറിൽ കാണാൻ സാധിക്കും. ഈ ക്രാക്ക് ഒരു വലിയ പ്രശ്നക്കാരനാണ്. കാരണം നമ്മളൊരു ലോങ് പോവുകയാണ്. സാധാരണ ഓട്ടമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ ഇടുന്ന വാഹനങ്ങൾ പെട്ടെന്ന് നമ്മളൊരു ലോങ് ഡ്രൈവിന് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ഓവറായിട്ട് ഹീറ്റാകുന്ന സമയത്ത് പതുക്കെ ഇത് പിന്നെയും പൊട്ടാനോ അല്ലെങ്കിൽ വികസിക്കാൻ തുടങ്ങും. അതിലെ എയർ പോകും, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ റിസ്ക് ഫാക്ടറാണ്. അപ്പം നിങ്ങളൊരു റിസ്ക് ഫാക്ടർ എടുക്കാൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ടയർ ഇട്ട് ഓടാൻ സാധിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും അത് സജസ്റ്റ് ചെയ്യത്തില്ല. രണ്ടാമത്തെ കാര്യം, ബ്രേക്കിൻ്റെ ഡിസ്റ്റൻസ് കൂടുകയാണ്. അപ്പോൾ ബ്രേക്ക് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കൂടുന്നത്? ഈ ബ്രേക്കും ടയറും ശരിയാണ്, ടയറും ബ്രേക്കും ഒക്കെ ബന്ധമുണ്ടല്ലോ. യെസ്, നല്ല രീതിക്ക് ബന്ധമുണ്ട്. അതായത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാഹനം സ്കിഡായി പോകാൻ വേണ്ടി, അതായത് പിടുത്തം, ട്രാക്ഷൻ വളരെ കുറവായിരിക്കും നമുക്ക് റോഡിൽ കിട്ടുന്നത്. അങ്ങനെ ഒരു പിടുത്തം കുറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? വാഹനം സ്കിഡായി പോകും. എന്നാൽ അപ്പോൾ എന്തുകൊണ്ട് ഇത് തെന്നിപ്പോകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്കിഡാവുന്നു, എന്തുകൊണ്ട് പിടുത്തം കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റബ്ബർ ഹാർഡായി പോവുകയാണ്. അതായത് നമ്മളൊരു പുതിയ റബ്ബർ ചെരുപ്പ് മേടിക്കുന്നതും ഒരു 4-5 വർഷമായ റബ്ബർ ചെരുപ്പിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പുതിയതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് വളയ്ക്കാനോ ഒടിക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ പഴയ റബ്ബർ ചെരുപ്പൊക്കെ നല്ല ഹാർഡായിരിക്കും. കാരണം വെയിലൊക്കെ അടിച്ച് നല്ല സ്റ്റിഫായി പോയിരിക്കുന്നതായിരിക്കും. എന്നാൽ പുതിയൊരു ടയർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഏത് രീതിക്ക് വേണമെങ്കിലും അത് അബ്സോർബ് ചെയ്യും. അപ്പം ഇത് ഒരു റോഡിലോട്ട് വരുന്ന സമയത്ത് നല്ല ഗ്രിപ്പായിരിക്കും. നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല ചവിട്ടിയെടുത്ത് നിൽക്കുമെന്ന്, അങ്ങനെ ഇല്ല, എന്നാലും ചവിട്ടിയെടുത്ത് നിൽക്കുന്നതായിരിക്കും. അതും ഒരു അഡ്വാൻറ്റേജാണ്. അതുകൊണ്ട് 5 വർഷം കഴിഞ്ഞാൽ അതും പ്രശ്നമാവും. പിന്നെ ഇൻഷുറൻസ് കമ്പനിക്കാർ നിങ്ങൾക്ക് പണി തരും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ ലൈഫ് കഴിഞ്ഞതാണെങ്കിൽ. അതൊരു പുതിയ അറിവാണല്ലോ എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെ കൊടുക്കാതെ ഇരിക്കാം എന്ന് ചിന്തിക്കുന്ന ടീമുകളാണ്. അതായത് എല്ലാം ഇൻഷുറൻസ് കൊടുക്കണമെന്നല്ല, അവർ മാക്സിമം എങ്ങനെ കൊടുക്കാതിരിക്കുന്നു അതുപോലെ അവർക്ക് പ്രോഫിറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. എല്ലാം ബിസിനസ്സിലും പ്രോഫിറ്റാണ് അവരുടെ മെയിൻ. ഒരു ഇൻഷുറൻസ് പാസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു ലോസ് സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പം കഴിവതും ഇൻഷുറൻസ് ക്ലെയിം എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് ഇൻഷുറൻസ് കമ്പനിക്കാർ നോക്കുന്നത്. നിങ്ങളുടെ വാഹനത്തിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി, നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ മോശമാണെന്നുണ്ടെങ്കിൽ ആ പേര് പറഞ്ഞ് അവർക്കത് റിജക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ
ലീഗലി ഉള്ള കാര്യങ്ങളാണ്, പക്ഷേ നമ്മൾ പലരും കണ്ണടച്ച് വിടുന്നുള്ളതുകൊണ്ട് നമ്മുടെ ക്ലെയിമൊക്കെ പാസ്സായി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ടയർ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും കൃത്യമായി റീപ്ലേസ് ചെയ്ത് വിട്ടോണം. 5 വർഷം വരെ പോകണമെന്നല്ല, ഓട്ടമില്ലാത്ത വാഹനങ്ങൾ. ഇനി നല്ല രീതിക്ക് ഓട്ടമുള്ള വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 40,000 50,000 ഒക്കെ ആകുമ്പോൾ ഏകദേശം അതിൻ്റെ വെയർ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് വിട്ടോണം. 5 വർഷം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് 5 വർഷം ആയില്ല മാറുന്നില്ല എന്നൊരു കാരണവശാലും പറയരുത്. വെയർ ലിമിറ്റ് എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് മാറി വിട്ടോണം. ശരിക്കും നമ്മളൊരു റിസ്ക് ഫാക്ടർ എടുത്തുകൊണ്ടായിരിക്കും പോകുന്നത്. 5 വർഷം കഴിഞ്ഞാൽ വലിയ റിസ്ക്കാണ്. ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് 90% അവിടെയുള്ള 90%, 10% മാത്രം നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നുള്ളൂ. ഒരു കാരണവശാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്.